എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വേദജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിലൊന്നായ ഭരണി നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മേടം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭരണി. ദേവത ധർമ്മദേവനായ യമനാണ്. നക്ഷത്രാധിപൻ ശുക്രനാണ്. പക്ഷി പുല്ല്, വൃക്ഷം നെല്ലിവൃക്ഷമാണ്. ഭൂതം ഭൂമി. മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭരണി. ഈ നക്ഷത്രത്തിന്റെ യോനി പുരുഷയോനിയാണ്. ഭാഗ്യസംഖ്യ 6 ആണ്. ശുക്രൻ അധിപനായ ഈ നക്ഷത്രത്തിന്റെ ദേവത ധർമ്മത്തിന്റെയും മരണത്തിന്റെയും ദേവനായ യമനാണ്. സംഗീതം, നൃത്തം, ചിത്രരചന, അഭിനയം എന്നീ കലകളിൽ പ്രാവീണ്യമോ അഭിരുചിയോ ഉണ്ടായിരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. സൗന്ദര്യത്തെ ആരാധിക്കുന്നവരും സൗന്ദര്യകാര്യങ്ങളിൽ താല്പര്യമുള്ളവരും അണിഞ്ഞൊരുങ്ങി നടക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഭരണി നക്ഷത്രക്കാർ. ഇവരുടെ കണ്ണുകൾക്കും മുഖത്തിനാകെയും പ്രത്യേകമായ ഒരു ആകർഷണം ഉണ്ടായിരിക്കും. തീക്ഷ്ണമായ സൗന്ദര്യം ഈ നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം. സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് ഇക്കൂട്ടർക്ക് പ്രത്യേക മമതയുണ്ടായിരിക്കും. ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സത്യസന്ധത എപ്പോഴും അനുഭവപ്പെടും. ആയതിനാൽ മറ്റുള്ളവർ ഇവർക്ക് വലിയ ബഹുമാനം നൽകുകയും ഇവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളോട്, പ്രത്യേകിച്ച് വെളുത്ത നിറമുള്ള വസ്ത്രങ്ങളോട് ഇവർക്ക് പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കും. ആഡംബരത്തോടെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും വൃത്തിയുള്ളതും രുചികരവുമായ ഭക്ഷണത്തിനോടായിരിക്കും മമത. പ്രണയത്തിലും സൗഹൃദത്തിലും ഭരണി നക്ഷത്രക്കാർ ആത്മാർത്ഥതയും തീവ്രതയും വച്ചു പുലർത്തുന്നതായിട്ടാണ് കാണാറ്. ദാമ്പത്യ ബന്ധങ്ങൾ പൊതുവെ സമാധാനവും സന്തോഷപരവുമായിരിക്കും. അച്ചടക്കം, ത്യാഗം, ധാർമ്മികത ഇവയൊക്കെ സംയോജിപ്പിച്ചിട്ടായിരിക്കും ഇക്കൂട്ടർ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധാർമികത ഭരണി നക്ഷത്രക്കാർ വെച്ചു പുറപ്പിക്കില്ല. സ്വന്തം പങ്കാളിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അധാർമിക പ്രവൃത്തികൾ ഇക്കൂട്ടർ ക്ഷമിക്കാറില്ല. എങ്കിലും സാഹചര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മടി കാണിക്കാറുമില്ല. ഭരണി നക്ഷത്രക്കാർ പൊതുവെ കൃത്യനിഷ്ഠയുള്ളവരും ചിട്ടയായ ജീവിത രീതി അവലംബിച്ചവരും കഠിനാധ്വാനികളുമായിരിക്കും. ആജ്ഞാശക്തി ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായുള്ളതാണ്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമെങ്കിലും അതിന് ഒരു പരിധിക്കപ്പുറം വലിയ ഒരു വില ഇക്കൂട്ടർ പൊതുവെ നൽകാറില്ല. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പണി വാങ്ങിക്കൂട്ടുക എന്നത് ചില ഭരണി നക്ഷത്രക്കാരുടെയെങ്കിലും സ്വഭാവമാണ്. തിരുവാതിര, രോഹിണി, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. ഈ നാളുകളിലെ ശുഭപ്രവൃത്തികളും ഭരണി നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ഭരണി നക്ഷത്രക്കാർക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും. പൊതുവെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർക്ക് നല്ല ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ സമ്മിശ്രമാണ്. ശുദ്ധഗതിക്കാരും തുറന്ന മനസ്സുമുള്ള ഇവർ മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒരിക്കലും മുതിരുകയില്ല. ഇവരുടെ ശുദ്ധഗതി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട്. ദേവീ ചൈതന്യം കുടികൊള്ളുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ആയതിനാൽ ചൊവ്വാഴ്ച വ്രതവും വെള്ളിയാഴ്ച വ്രതവും ഇവർക്ക് അത്യുത്തമമാണ്. ചില ഭരണി നക്ഷത്രക്കാർ മുൻകോപികളായി കണ്ടുവരാറുണ്ട്. മലയാള മാസത്തിലെ ഭരണി നാളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ ഭരണി, കാർത്തിക, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, തിരുവോണം എന്നിവയാണ്. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെയും വേദനകളെയും തരണം ചെയ്യാൻ ഇക്കൂട്ടർക്ക് ജന്മസിദ്ധമായ കഴിവുകളുണ്ട്. കടുത്ത ആത്മനിയന്ത്രണം ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പരിവർത്തനങ്ങളെ ഇവർ ജന്മസിദ്ധമായ കഴിവുകളോടെ നേരിടുകയും പുതിയതിനെ ആവേശത്തോടെ പരീക്ഷിക്കുന്നതിന് മടി കാണിക്കാറുമില്ല. എന്നാൽ ഇവരെപ്പോഴും ധാർമ്മികത മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. ധർമ്മദേവൻ്റെ സ്വാധീനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ ചിന്തകൾ എപ്പോഴും നൂതനമായിരിക്കും. കൂട്ടരെ ഭയപ്പെടുത്തുക എളുപ്പമല്ല. എല്ലാ ഭയത്തിൻ്റെയും അതീതനായ യമദേവൻ നക്ഷത്രാധിപനായുള്ളപ്പോൾ ഇവർ എന്തിനെയാണ് ഭയക്കേണ്ടത്? ഇക്കൂട്ടർ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഏതറ്റം വരെയും പോകുന്നതായി കണ്ടുവരാറുണ്ട്.
ഭരണി നക്ഷത്രത്തിലുള്ള അമ്മമാർ സന്താനങ്ങൾക്ക് വൃത്തിയും സൗന്ദര്യവുമുള്ള ചുറ്റുപാടുകൾ ക്രമീകരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും അവർ തൻ്റെ സന്താനങ്ങൾക്കായി കരുതി വയ്ക്കുകയും ധാർമ്മികമായ ജീവിത രീതി മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. സന്താനങ്ങൾക്ക് ആപത്ത് നേരിട്ടാൽ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് അതുപോലെ ഇവർ സംരക്ഷിക്കുന്നു. എന്നാൽ അധാർമികതയും അസത്യവും നിറഞ്ഞ കാര്യങ്ങളിൽ ഇവർ ഒരിക്കലും കൂട്ടുനിൽക്കുകയുമില്ല. ഭരണി നക്ഷത്രക്കാരുടെ യൗവന കാലഘട്ടങ്ങളിൽ ശുക്രദശയും സൂര്യദശയും ചന്ദ്രദശയും കുജദശയും കടന്നു പോകുന്നു. യൗവന അവസാനമാകുമ്പോഴേക്കും മികച്ച ഒരു ജീവിത രീതി ഇവർ കെട്ടിപ്പടുക്കുകയും നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള അടിത്തറ പാകുകയും ചെയ്യുന്നു. ഓം നമഃ ശിവായ.